മുനമ്പം വിഷയത്തിൽ വ്യത്യസ്ത നിലപാടുമായി എത്തിയിരിക്കുകയാണ് ലീഗ് നേതാവും എംപിയുമായ ഇ.ടി. മുഹമ്മദ് ബഷീർ. പ്രതിപക്ഷ നേതാവല്ല, ആര് പറഞ്ഞാലും മുനമ്പം ഭൂമി വഖഫിന്റേത് തന്നെയാണെന്നും രേഖകൾ പ്രകാരമാണ് സംസാരിക്കുന്നതെന്നുമാണ് ഇ.ടി. മുഹമ്മദ് ബഷീർ പറഞ്ഞത്. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്നും അന്തിമ തീരുമാനമെടുക്കേണ്ടത് ട്രിബ്യൂണൽ ആണെന്നുമായിരുന്നു കെ.എം. ഷാജിയുടെ നിലപാട്. മുനമ്പം ഭൂമി വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നതല്ല വിഷയമെന്നും പരസ്യ പ്രതികരണത്തിലൂടെ വിഷയം സാമുദായിക അന്തരീക്ഷം തകർക്കുന്നതാവരുതെന്നുമായിരുന്നു ലീഗ് നേതാവ് പി കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട്. പകരം ഭൂമി നൽകണമെന്നും കെ.എം. ഷാജി വിവാദ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിരുന്നു. മുനമ്പം ഭൂമി വഖഫിന്റെ ഉടമസ്ഥതയിലല്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നിലപാട്. വി.ഡി. സതീശൻ നിലപാട് ആവർത്തിച്ചിട്ടുമുണ്ട്. യു.ഡി.എഫിലെ എല്ലാ നേതാക്കളോടും ആലോചിച്ചാണ് നിലപാട് വ്യക്തമാക്കിയതെന്നാണ് വി.ഡി. സതീശന്റെ പ്രതികരണം. മുനമ്പം വിഷയം രമ്യമായി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കവെയാണ് ലീഗിലെ രണ്ട് നേതാക്കൾ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയതെന്നത് ശ്രദ്ധേയമാണ്. സംഘപരിവാർ ശക്തികൾ മുനമ്പം വിഷയം പ്രധാന ആയുധമാക്കുന്നതിനിടയിലാണ് യു.ഡി.എഫിലെ പ്രധാന കക്ഷിയായ മുസ്ലിം ലീഗിൽ എതിർ ശബ്ദം ഉയരുന്നത്. കേരളത്തിൽ വർഗീയ അജണ്ടകൾ ഉയർത്തി ബി.ജെ.പി. ശക്തി പ്രാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്നും അതിനാൽ വിഷയം മറ്റു വഴികളിലേക്ക് മാറാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ വേണമെന്നുമാണ് പാണക്കാട് തങ്ങളുടെ നിലപാട്. പ്രതിപക്ഷ നേതാവുമായി അഭിപ്രായ ഭിന്നതയില്ലെന്നാണ് കെ.എം. ഷാജിയുടെയും ഇ.ടി. മുഹമ്മദ് ബഷീറും വ്യക്തമാക്കുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനെതിരെ രണ്ട് നേതാക്കൾ പരസ്യ നിലപാടുമായി രംഗത്ത് വന്നത് മുസ്ലിം ലീഗിലും പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ്. മുനമ്പത്ത് ആരെയും കുടിയിറക്കരുതെന്നാണ് മുസ്ലിം ലീഗിന്റെ നയമെന്ന് പറയുമ്പോഴും എതിർ ശബ്ദങ്ങൾ തിരിച്ചടി ഉണ്ടാക്കുമോ എന്ന ആശങ്കയും യു.ഡി.എഫിൽ ഉയരുന്നുണ്ട്. രേഖകൾ പരിശോധിച്ചാണ് താൻ മുനമ്പം വിഷയത്തിൽ പ്രതികരിച്ചത്. ലീഗ് നേതാക്കളുമായി വിഷയം നേരത്തെ ചർച്ച ചെയ്തിരുന്നുവെന്നും കാര്യങ്ങൾ വ്യക്തമായി ചർച്ച ചെയ്താണ് പരസ്യമായൊരു നിലപാട് സ്വീകരിച്ചതെന്നുള്ള വി.ഡി. സതീശന്റെ പ്രതികരണം ലീഗ് നേതാക്കൾക്കുള്ള പരസ്യമായ മറുപടിയായാണ് കണക്കാക്കുന്നത്. ബി.ജെ.പി. വഖഫ് ബിൽ പാസാക്കിയെടുക്കുന്നതിനുള്ള കൊണ്ടുപിടിച്ച ശ്രമമാണ് നടത്തുന്നത്. വഖഫ് ബിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഈ വിഷയങ്ങളിൽ പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന് വരുത്തി തീർക്കുകയാണ് ബി.ജെ.പി. വഖഫ് ബിൽ പാസ്സായാൽ സംഭൽ കേസിൽ പോലും തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യം എല്ലാവരും ഓർക്കണമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കെ.എം. ഷാജിയെ തിരുത്തിക്കൊണ്ട് പി.കെ. കുഞ്ഞാലിക്കുട്ടി രംഗത്ത് വന്നെങ്കിലും ഷാജി തന്റെ നിലപാട് വീണ്ടും ആവർത്തിച്ചതും കൂടുതൽ രൂക്ഷമായ നിലപാട് സ്വീകരിച്ചതും ലീഗിന്റെ തലമുതിർന്ന നേതാവും എംപിയുമായ ഇ.ടി. മുഹമ്മദ് ബഷീർ ഷാജിക്ക് പിന്നാലെ മുനമ്പം വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നതും കോൺഗ്രസിനെയും ചൊടിപ്പിച്ചിരിക്കുകയാണ്. വഖഫ് ഭൂമിയാണെന്ന വാദം പരസ്യമായി ഉന്നയിക്കാതെ പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമമാണ് മുസ്ലിം നേതാക്കൾ ഇതുവരെ നടത്തിയത്. എന്നാൽ സാമുദായിക സംഘടനകൾ ഉന്നയിച്ച വാദം കണക്കിലെടുത്ത് ഇ.ടി. മുഹമ്മദ് ബഷീറും കെ.എം. ഷാജിയും രംഗത്ത് വന്നതോടെ പ്രശ്നപരിഹാരത്തിന് മുൻകൈയെടുത്തതോടെയാണ് പാർട്ടി അധ്യക്ഷനും പി.കെ. കുഞ്ഞാലിക്കുട്ടിയും പ്രതിസന്ധിയിലായത്. വിഷയത്തിൽ മുസ്ലിം ലീഗിൽ ഭിന്നതയില്ലെന്നാണ് അവരുടെ വിശദീകരണം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉയർത്തിയ വാദത്തെ തള്ളിയാണ് ഇ.ടിയും കെ.എം. ഷാജിയും എ.കെ. മുനീറും അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വരുന്നത്. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ വാദം തള്ളാതെയാണ് നേരത്തെ പി.കെ. കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളും സമവായ ചർച്ചകൾ നടത്തിയത്. പ്രതിപക്ഷം ഇക്കാര്യത്തിൽ മുന്നോട്ട് വെച്ച ഒത്തുതീർപ്പ് സാധ്യതയ്ക്കും സാമുദായിക സൗഹൃദത്തിനും തുരങ്കം വെക്കുന്നതാണ് ഒരു വിഭാഗം മുസ്ലിം ലീഗ് നേതാക്കളുടെ നിലപാടെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് ഉള്ളത്. ലീഗിനുള്ളിലെ തർക്കങ്ങൾ ഫലത്തിൽ ബി.ജെ.പിക്കും വർഗീയ സ്വഭാവമുള്ള പ്രചാരണം നടത്തുന്ന സംഘടനകൾക്കും ആയുധമാകുമെന്നതിനും സംശയമില്ല.